ഇന്ന് നമ്മൾ നമ്മുടെ തിലാപ്പിയ കുളത്തിലെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തിലാപ്പിയ കുളത്തിലെ മാക്രി ശല്യം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ കാണുന്നുണ്ടാവും, അവളുകളൊക്കെ ഇങ്ങനെ തലപൊക്കി നോക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇത് അത്ര ശല്യമായിട്ട് തോന്നുന്നില്ല. ഈ തവള ഇത് ഏതെങ്കിലും ഒരു സൈഡിലുണ്ടാവും കരയിൽ. നേരെ മറിച്ച് വേറൊരു തവളയുണ്ട്, മരത്തവള എന്ന് പറയും നമ്മൾ. അതിങ്ങനെ ഓടിച്ചുകൊണ്ടേ ഉണ്ടാവും ഇതിനെ, പക്ഷേ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് നിരീക്ഷിച്ചപ്പോൾ പിടിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ ഇത് 2 മാസമായിട്ടുള്ള തിലാപ്പിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇതിനെ ഓടിച്ചുകൊണ്ടേ നിൽക്കും, അപ്പോൾ അതിനൊരു ഭയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അത് വളർച്ചയെ ബാധിക്കുക എന്നതുകൊണ്ടാണ് നമ്മൾ ഒരു 10 ദിവസം മുമ്പ് കാലിയാക്കിയതായിരുന്നു. ഇതിന് നെറ്റ് ഇട്ടാലും നെറ്റ് കുറച്ച് വലിയ കണ്ണിയായിപ്പോയി, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. ശരിക്കും ഇതിന് കൊതുക് നെറ്റാണ് ഇടേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇതിനെ പിടിക്കാൻ. ഇത് പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ല, ഇറങ്ങിയാലും ഇത് അടിയിലോട്ട് പോകും. എന്നാലും 4 തവണ കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും മീൻ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിടിക്കുന്ന ഭാഗത്തിലായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുളം വറ്റിക്കൽ പരിപാടിയിലേക്ക്. ഇപ്പോൾ വെള്ളം കാലിയായിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വിടുന്നുണ്ട്, ഒരു പൈപ്പ് വെച്ചിട്ട്. ജസ്റ്റ് വാട്ടറൊന്നും ആവശ്യമില്ല. നമ്മൾ തവള പിടുത്തത്തിലേക്ക് പോകാം. ഓക്കെ, കുറച്ചും കൂടി വെള്ളം ആറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇറങ്ങും. 200-ഓളം കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. നമ്മളിത്ര മെനക്കെട്ടിട്ട് തവള ഓടിക്കുന്ന കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാമെന്നുള്ള ധാരണയിൽ. അലോളം തവളയെ പിടിച്ചു, അടിച്ച് കൊല്ലലെന്നെ, അല്ലെങ്കിൽ പിന്നെ വീണ്ടും വരുമല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിടിക്കാം. അങ്ങനെ ഇത് തവള ഓരോന്നായിട്ട് നമ്മൾ ബക്കറ്റ്, അടിഭാഗത്ത് ചെറിയ ഓട്ടയുള്ള ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബക്കറ്റിൽ പോയിട്ട് മെല്ലെ ഓരോന്നായി പിടിക്കലാണ്, കാണുന്നുണ്ടാവും. അങ്ങനെ ഒരെണ്ണം പിടിച്ചു. എന്നിട്ട് മെല്ലെ മുകളിലേക്ക് വരേണ്ടതുണ്ട്. എന്നിട്ടൊന്ന് മാറ്റാതെ ഒരു സൈഡിൽ കൂടി ആയിരുന്നു നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ട് വെള്ളം മാറ്റാൻ പറ്റുന്നില്ല, കാരണം മോട്ടോർ സംവിധാനം ഇല്ല. പിന്നെ ആ പൈപ്പ് വെച്ചിട്ടാണ്, കണ്ടല്ലോ സൈഡ് പൈപ്പ് വെച്ചിട്ട് വെള്ളം മാറ്റുന്ന പരിപാടിയാണ്. എന്നാലും മിക്കവാറും തവളകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഇതിൽ ഒരു രസം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന വലിയ തവള ഇത് നമുക്ക് എന്ത് പറ്റിയില്ല, അടിക്കാൻ കിട്ടിയില്ല. അത് രക്ഷപ്പെട്ടു. എന്നാലും ആ കുളത്തിൽ കാണാം 2 ദിവസം കഴിയുമ്പോഴേക്കും. നിങ്ങൾ കാണുന്നുണ്ട്, അവിടെ പോയിട്ട് എൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കാര്യങ്ങൾ. വീണ്ടും ഓരോന്നോരോന്നായി കൊണ്ടുവരും. എന്നിട്ട് മുറ്റത്തേക്ക് തട്ടിയിട്ട് അതാ മെല്ലെ പോയി അടിക്കൽ. ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. നന്ദി.